ഹായ് എവ്രിബഡി, വിപിൻ ടെക് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിപിൻ. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വേർഡ് പ്രസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു വെബ്സൈറ്റ് നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. സോ അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ട പാക്കേജ് ഏത് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എക്സാംപ് എന്ന സോഫ്റ്റ്വെയർ ആണ്. സോ അതിനകത്ത് നമുക്ക് വേണ്ട കോമ്പണൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവുന്നതാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുക എക്സാംപ്. സോ XAMPP. സോ XAMPP എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സാമിൻ്റെ ഒരു സെർച്ച് റിസൾട്ട് വരും. സോ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ എക്സാം ആ ഫസ്റ്റ് ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യാം. apache-friends.org എന്നാണ് അതിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര്. സോ ആ വെബ്സൈറ്റിൽ ഞാൻ ഉപയോഗിക്കുന്നത് 64 ബിറ്റ് വേർഷൻ വിൻഡോസ് 10 ആണ്. ഞാൻ അതുകൊണ്ട് എക്സാം ഫോർ വിൻഡോസ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സാം ഫോർ വിൻഡോസ് സെലക്ട് ചെയ്തപ്പോൾ എക്സാം ഫോർ വിൻഡോസ് x64 7.4.8 എന്ന വേർഷൻ വന്നിരിക്കുകയാണ്. അതാണ് തോന്നുന്നു ലേറ്റസ്റ്റ് വേർഷൻ. സോ ഞാൻ സേവ് ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. സോ അത് ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓൾമോസ്റ്റ് 2 minutes ലെഫ്റ്റ് എന്നാണ് കാണിക്കുന്നത്. സോ സെയിം ടൈം നമുക്ക് വേറൊരു പാക്കേജ് കൂടെ വേണം. നമുക്ക് അതിനായിട്ട് വേർഡ് പ്രസ് എന്ന് പറഞ്ഞ പാക്കേജ്, അതാണ് ഇതിൻ്റെ ഒരു സോഴ്സ് ഫയൽ PHP കോഡൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന പാക്കേജ്. സോ അതിനായിട്ട് നമുക്ക് വേർഡ് പ്രസ് വെബ്സൈറ്റിൽ പോയിട്ട് വേർഡ് പ്രസ് ഡൗൺലോഡ് ചെയ്യാം. സോ സെർച്ച് ചെയ്യുക വേർഡ് പ്രസ്. ബെറ്റർ നമുക്ക് ഡൗൺലോഡ് വേർഡ് പ്രസ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, സോ wordpress.org എന്ന സെർച്ച് റിസൾട്ട് ആയിരിക്കും ആദ്യം വരിക. സോ wordpress.org പോവുക. അതിൽ നിന്ന് ലേറ്റസ്റ്റ് വേർഷൻ, അതായത് 5.4.2 ഡൗൺലോഡ് ചെയ്യാം. സോ സേവ് ഫയൽ. ഞാൻ മൊസില്ല യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇവൻ നിങ്ങൾ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് അത് സേവ് ചെയ്യുന്നതായിരിക്കും. ഡിപ്പെൻഡ്സ് ഓൺ യുവർ സെറ്റിങ്സ്. സോ നമ്മുടെ ഓക്കെ, 2 ഡൗൺലോഡ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, എക്സാംപ് ഓഫ് വിൻഡോസ് ആൻഡ് വേർഡ് പ്രസ്. സോ 156 MB ഉള്ള എക്സാംപ് ഓൾമോസ്റ്റ് ഡൗൺലോഡ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഓക്കെ, ഐ തിങ്ക് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഡൗൺലോഡ്സ് ഫോൾഡറിൽ പോവാം. ഞാൻ ഉപയോഗിക്കുന്നത് വിൻഡോസ് എന്ന് പറഞ്ഞ ഷോർട്ട് കട്ടാണ് ഫോർ എക്സ്പ്ലോറർ. ഡൗൺലോഡ്സ് ഫോൾഡറിൽ പോകുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ടാവും. സോ എക്സാംപ് നമുക്ക് ആദ്യമായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊരു യൂസർ ആക്സസ് കൺട്രോൾ പ്രോംപ്റ്റ് ചെയ്യും. ഇത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് ആണ് ഇൻസ്റ്റാൾ ചെയ്യുക. ബിറ്റ്നാമി എന്ന് പറയുന്നൊരു വെൽക്കം ബോക്സ് അവിടെ കാണിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ, ഇറ്റ് സീംസ് യു ഹാവ് ആൻ ആൻറ്റിവൈറസ് റണ്ണിങ്. ഇൻ സം കേസസ് ഇറ്റ് മേ സ്ലോ ഡൗൺ ദ ഇൻ്റർഫിയർ ദ ഇൻസ്റ്റലേഷൻ ഓഫ് സോഫ്റ്റ്വെയർ. സോ കുഴപ്പമില്ല, നമുക്ക് ആൻറ്റിവൈറസ് കൊണ്ട് സാധാരണ പ്രശ്നങ്ങളൊന്നും വരാറില്ല എക്സാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ലോക്കൽ കമ്പ്യൂട്ടറിൽ. ഓക്കെ, ഓക്കെ, സോ ഇവിടെ നമുക്കൊരു ഫയർവാൾ പ്രോംപ്റ്റ് ആണ്. സോ അപ്പാച്ചെ HTTP servers wants to communicate to these networks. ഓക്കെ, നമുക്കതിന് അലോ ആക്സസ് കൊടുക്കാവുന്നതാണ്. ഫയർവാളിൽ നിന്ന് ആക്സസ് ചോദിക്കുന്നതാണ്. വിൻഡോസ് ഫയർവാളാണ് ചോദിക്കുന്നത്. ഐ തിങ്ക് ഇൻസ്റ്റലേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ എക്സാംപ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഡു യു വാണ്ട് ടു സ്റ്റാർട്ട് ദ കൺട്രോൾ പാനൽ നൗ? അത് ടിക്ക് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ എക്സാം കൺട്രോൾ പാനൽ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, സോ ഇതാണ് എക്സാം കൺട്രോൾ പാനൽ. ഓക്കെ, സോ നമുക്ക് 443 ഈസ് യൂസ്ഡ് ബൈ ഇതൊരു വളരെ കോമൺ ആയിട്ട് വരുന്ന എററാണ്. അതായത് അപ്പാച്ചെ ബൈ ഡിഫോൾട്ടായിട്ട് യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പേഴ്സ് 443, അതായത് HTTPSൻ്റെ ഡിഫോൾട്ട് പോർട്ടാണ്. സോ ആ പോർട്ട് വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എറർ വളരെ കോമൺ ആയിട്ട്. ബട്ട് എനിക്ക് ഇവിടെ VMware വർക്ക് സ്റ്റേഷൻ റൺ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഈ എറർ ഇവിടെ വരുന്നത്. സോ അതിനായിട്ട് ഞാൻ ആ VMwareൻ്റെ പ്രോസസ്സ് തൽക്കാലം എക്സിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് VMware റൺ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എറർ വരാൻ സാധ്യതയില്ല. സോ ഞാൻ ആ VMwareൻ്റെ HTTPD പ്രോസസ്സ്, ഓക്കെ, VMware host d.exe ആയിരിക്കണം. സോ ഞാൻ ആ പ്രോസസ്സ് ഇവിടെ എൻഡ് ചെയ്തു. ഇനി നമുക്ക് എക്സാമ്പിൾ പോവാം. എക്സാമ്പിൾ പോയിട്ട് അപ്പാച്ചെ സ്റ്റാർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഇറ്റ് വർക്ക്സ്. സോ നൗ അപ്പാച്ചെ റൺ ആവുന്നുണ്ട്. 443 ഈ 2 പോർട്ട് അപ്പാച്ചെ ലിസൺ ചെയ്യുന്നുണ്ട്. സോ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് MySQL ആണ്. MySQL നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
സോ mysqld.exe എന്ന് പറഞ്ഞ പ്രോസസ്സ് ഫയർവാളിൽ നിന്ന് ആക്സസ് ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ അലോ ആക്സസ് കൊടുക്കുകയാണ് ഇവിടെ. ഓക്കെ, സോ നമുക്ക് വേർഡ് പ്രസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വയർഡ് പാക്കേജസ് നമ്മളിവിടെ കൺട്രോൾ പാനലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേർഡ് പ്രസ് എന്ന് പറയുന്ന ഈ ഒരു സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ഓൾ കൊടുക്കുക, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഇത് എക്സ്ട്രാക്ട് ആയിക്കോളും. ഓക്കെ, സോ ലെറ്റ് ഇറ്റ് എക്സ്ട്രാക്ട്. മീൻ ടൈം നമുക്ക് MySQL അഡ്മിൻ പാനലിൽ പോകണം. ഓക്കെ, MySQL അഡ്മിൻ പാനലിൽ പോകാനായിട്ട് അഡ്മിനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് PHP MyAdmin എന്ന് പറഞ്ഞു ഒരു വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇത് ലോക്കൽ സൈറ്റാണ്, ലോക്കൽ ഹോസ്റ്റിലാണ്. സോ ഇവിടെ നമുക്ക് ഡാറ്റാബേസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്കൊരു ഡാറ്റാബേസ് ആണ് നമ്മുടെ വെബ്സൈറ്റിന്. സോ ഞാനിതിനായിട്ട് ടെസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ് തൽക്കാലം ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഡാറ്റാബേസിൻ്റെ നെയിം ഞാൻ അതിന് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു ടെക്സ്റ്റ് ഫോർമാറ്റാണെന്ന് തോന്നി ചോദിക്കുന്നത്. കൊളേഷൻ ആണ് ജനറലി കൊടുത്ത് കണ്ടിട്ടുള്ളത്. സോ ടെസ്റ്റ് സൈറ്റ്, ഇവിടെ കൊളേഷൻ സെലക്ട് ചെയ്യുക, അത് ഏറ്റവും ടോപ്പിലുണ്ടാവും. ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, സോ ആ ഡാറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നമ്മുടെ വെബ്സൈറ്റിന് വേണ്ട ഡാറ്റാബേസ് ഇവിടെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഡാറ്റാബേസിൻ്റെ നെയിം ഓർത്തിരിക്കുക. എക്സ്ട്രാക്ട് ചെയ്ത് വേർഡ് പ്രസ് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. സോ വേർഡ് പ്രസ് എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡറാണിത്, വേർഡ് പ്രസ് 5.4.2. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഫോൾഡർ ഉണ്ടാവും. സോ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ്സ് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ആ ഫോൾഡർ തന്നെ കോപ്പി ചെയ്യാം. വേർഡ് പ്രസ് എന്ന് പറയുന്ന ഫോൾഡർ തന്നെ കോപ്പി ചെയ്യുക. സി ഡ്രൈവിലാണ് നമ്മൾ എക്സാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ലൊക്കേഷൻ ഓർത്തിരിക്കുക. സോ സിയിലെ എക്സാം എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ പോവുക. അതിൻ്റെ ഉള്ളിൽ htdocs എന്ന് പറയുന്നൊരു ഫോൾഡർ കണ്ടുപിടിക്കാൻ പറ്റും. htdocs. ഈ htdocsനകത്തേക്ക് നമ്മൾ നേരത്തെ അവിടെ നിന്ന് കോപ്പി ചെയ്ത വേർഡ് പ്രസ് ഫോൾഡർ പേസ്റ്റ് ചെയ്യാം. ഈവൻ കോപ്പി അല്ലെങ്കിൽ മൂവ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ വേർഡ് പ്രസ് കണ്ടൻറ്റ് ഫോൾഡർ ആണ് ഇത്. അത് ഇവിടെ കോപ്പി ആയിട്ടുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ നെയിം വേണമെങ്കിൽ മാറ്റിയിട്ട് ടെസ്റ്റ് സൈറ്റ് എന്ന് കൊടുക്കാം, നിങ്ങളുടെ സൈറ്റിൻ്റെ പേര് കൊടുക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ പോകുന്നത് വേർഡ് പ്രസ് ഇൻസ്റ്റാളേഷനിലേക്കാണ്. ഇനി നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ലോക്കൽ ഹോസ്റ്റ് /test സൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. സോ ഇത് വേർഡ് പ്രസ് ഇൻസ്റ്റാളറാണ് ഇത് പ്രോംപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ അടിച്ച വെബ്സൈറ്റ് ഇപ്പോൾ ടെസ്റ്റ് സൈറ്റ് /wp admin setup.config എന്ന് പറയുന്ന ഫയലിലേക്ക് ഓൾറെഡി പോയി കഴിഞ്ഞു. ആ ഒരു setup.config.php എന്ന് പറയുന്നൊരു ഇൻ്റർഫേസ് ആണിത്. സോ അതിൽ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, ഇംഗ്ലീഷ്. നമുക്കിതിന് വേർഡ് പ്രസ്സിന് വേണ്ട പ്രീക്വസിറ്റ്സ് ആണ് വേണ്ടത്. ഡാറ്റാബേസ് നെയിം, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസിൻ്റെ നെയിമാണ് ചോദിക്കുന്നത്, അത് ഓർമ്മയിരിക്കുക. ടെസ്റ്റ് സൈറ്റ് എന്നാണ്. ഡാറ്റാബേസ് യൂസർ നെയിം നമ്മളൊന്നും കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ട് യൂസർ നെയിം റൂട്ട് ആയിരിക്കും. പാസ്വേഡ് അത് നമുക്കിവിടെ കാണാം. സോ ലെറ്റ്സ് ഗോ. സോ ഡാറ്റാബേസ് നെയിം വേർഡ് പ്രസ് അല്ല, ടെസ്റ്റ് സൈറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വേർഡ് പ്രസ് എന്നാണ് കൊടുത്തെങ്കിൽ വേർഡ് പ്രസ് കൊടുക്കുക. ഡാറ്റാബേസ് യൂസർ നെയിം റൂട്ടാണ്, നമ്മളൊന്നും കൊടുക്കാത്ത കാരണം. പാസ്വേഡ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല, അത് empty ആയിട്ട് ലീവ് ചെയ്യുക. ഡാറ്റാബേസ് ഹോസ്റ്റ് ലോക്കൽ ഹോസ്റ്റ് തന്നെ, ടേബിൾ പ്രിഫിക്സ് WP_, അതങ്ങനെ തന്നെ ലീവ് ചെയ്യുക. സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എറർ ഒന്നും ഇല്ലെങ്കിൽ ഓൾറൈറ്റ് സ്പാർക്കി ഈ ഒരു മെസ്സേജ് വരും. സോ റൺ ദ ഇൻസ്റ്റാളേഷൻ. ചില കേസിൽ ഡാറ്റാബേസ് എറർ വരാറുണ്ട്. സോ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഡാറ്റാബേസ് ഡിലീറ്റ് ചെയ്ത് പുതിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. സോ സൈറ്റ് ടൈറ്റിൽ, ഈ സൈറ്റ് ടൈറ്റിൽ എന്ന് പറയുന്നതാണ് നിങ്ങൾ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ ടാബിൻ്റെ മുകളിലൊരു ഒരു പ്രിവ്യൂ ആയിട്ട് എഴുതി കാണിക്കുന്നത്. സോ സൈറ്റ് ടൈറ്റിൽ നമുക്ക് ടെസ്റ്റ് സൈറ്റ്, ഇത് നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാവുന്ന ഡീറ്റെയിൽസ് ആണ് ഇതൊക്കെ. സൈറ്റ് എന്ന് കൊടുക്കുക. യൂസർ നെയിം നമുക്ക്, ഇത് വേർഡ് പ്രസിൻ്റെ ലോഗിൻ യൂസർ നെയിം ആണ്. ഇത് ഡാറ്റാബേസ് യൂസർ നെയിമും ഈ യൂസർ നെയിമായിട്ട് കൺഫ്യൂസ് ചെയ്യുക, ഇത് രണ്ടാണ്. പാസ്വേഡ് നമുക്ക് ഇത് ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത പാസ്വേഡുകളാണ്. സോ ഞാൻ ജസ്റ്റ് ഒരു ഡെമോ പർപ്പസിന് വേണ്ടി ഇത് കൊടുക്കുകയാണ്. നല്ലൊരു പാസ്വേഡ് കൊടുക്കുക. കൺഫേം വീക്ക് പാസ്വേഡ്, യുവർ
ഇമെയിൽ ഐ ഡി വേണമെങ്കിൽ vipin@vipin ഇങ്ങനെ ഒരു ഇമെയിൽ ഐ ഡി ഇല്ല, tech.com. നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി കൊടുക്കാവുന്നതാണ്. സെർച്ച് എഞ്ചിൻ വിസിബിലിറ്റി ലോക്കൽ വെബ്സൈറ്റാണ്, നമുക്ക് തൽക്കാലം സെർച്ച് എഞ്ചിൻ വിസിബിലിറ്റി ഒന്നും വേണ്ട. സോ ജസ്റ്റ് ഇൻസ്റ്റാൾ വേർഡ്പ്രസ്. പാസ്വേഡ് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. ഈ പാസ്വേഡും യൂസർ നെയിമൊക്കെ ഓർത്തിരിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാളേഷൻ റീറൺ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ സേവ് ചെയ്ത ക്രെഡൻഷ്യൽസ് ആണ് അഡ്മിനാണ് എൻ്റെ സൈറ്റിൻ്റെ യൂസർ നെയിം പാസ്വേഡ്. ലോഗിൻ ചെയ്യാം. ഓൾറൈറ്റ്, സോ വേർഡ്പ്രസ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡ്. നമുക്ക് ഇനി നമ്മുടെ വെബ്സൈറ്റിലേക്ക് എങ്ങനെ പോകാൻ നോക്കാം. ലോക്കൽ ഹോസ്റ്റ് എന്നടിച്ച് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ, ഓക്കെ, ഇത് ലോക്കൽ ഹോസ്റ്റ് ഡാഷ്ബോർഡാണ്, സോറി, ലോക്കൽ ഹോസ്റ്റ് ടെസ്റ്റ് സൈറ്റ് എന്നടിക്കുക. സോ ഇതാണ് നമ്മളുടെ വെബ്സൈറ്റ്. സോ ഇതൊരു ഡിഫോൾട്ട് തീമാണ്. നമുക്ക് ഇതിൻ്റെ തീം ചേഞ്ച് ചെയ്യാം. അപ്പിയറൻസ് തീംസിലാണ് തീംസ് ഉള്ളത്. സോ ഇതൊക്കെ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് വരുന്ന തീംസാണ്. 2020 ആണ് ഇപ്പോൾ ഉള്ളത്. സോ നമുക്ക് ഇതിനെ എങ്ങനെ ഒരു ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ നല്ലൊരു പോർട്ട്ഫോളിയോ പോലത്തെ ഒരു വെബ്സൈറ്റായിട്ട് മാറ്റാൻ നോക്കാം. സോ അതിനായിട്ട് നമുക്ക് പോപ്പുലർ വെബ്സൈറ്റ് തീംസ് തന്നെ ഉണ്ടാവും. അസ്ത്ര ഇല്ലെങ്കിൽ അസ്ത്ര എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഓക്കെ, ഈ ഒരു തീമാണ് വളരെ പോപ്പുലർ ആയിട്ടൊരു തീമാണ്. സോ ഈ തീം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ തീം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് കിട്ടും. സോ ആ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് പിന്നെ എഡിറ്റ് ചെയ്താൽ മതിയാവും നമ്മുടെ കണ്ടൻറ് ഇട്ടിട്ട്. സോ ആ തീം ഇപ്പോൾ ഇൻസ്റ്റാളിംഗ് ആണ്. ഓക്കെ, സോ ആ തീം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇത് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾക്ക് കാണാം ഇവിടെ ആക്റ്റീവ് ആയിരിക്കുന്ന തീം അസ്ട്രയാണ്. ബാക്കി തീംസ് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്തതിൻ്റെ ആവശ്യമില്ല. വെറുതെ ഡിസ്ക് സ്പേസ് കളയാമെന്നല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇത് പിന്നീട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള തീംസ് ഉണ്ടെങ്കിൽ സൈറ്റിനൊരു ചില സമയത്ത് സെക്യൂരിറ്റി ഇഷ്യൂസ് വരാറുണ്ട്. ഒന്നെങ്കിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് ചെയ്യുക. ഞാനിപ്പോൾ ഇത് സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് ചെയ്തതാണ്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് കസ്റ്റമൈസ് മെനൂസ് അസ്ട്ര ഓപ്ഷൻസ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട് റെഡി ടു യൂസ് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്. നമുക്ക് ഈ ഒരു പ്രോംപ്റ്റ് നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അസ്ട്ര ഓപ്ഷൻസിൽ പോവാം. സോ ഇൻസ്റ്റാൾ ഇമ്പോർട്ടർ പ്ലഗിൻ. സോ ഈ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലഗിൻ വേണം. സോ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രീബിൽറ്റ് ആയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റുകൾ വരും സെലക്ട് ചെയ്യാനായിട്ട്. സോ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. സോ നമുക്ക് എലമെൻറ്റർ എന്ന് പറഞ്ഞ എഡിറ്റർ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു എഡിറ്ററാണ്, പേജ് എഡിറ്ററാണ്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഇതൊക്കെയാണ് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ്. നിങ്ങളുടെ ഇപ്പം ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണെങ്കിൽ ഈ ബ്രാൻഡ് സ്റ്റോർ എന്ന് പറയുന്നൊരു ടെംപ്ലേറ്റ് വളരെ നല്ലൊരു ടെംപ്ലേറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചാറ്റ് ബോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. വൂക്കോമേഴ്സ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഓക്കെ, ഇതിന് നമുക്ക് ബിസിനസ്സിൽ സെർച്ച് ചെയ്യാം. ഓക്കെ, ഫ്രീ ആയിട്ടുള്ള തീംസ്. ഞാനിവിടെ ഇതൊരു ഇങ്ങനത്തെ ഈ ഒരു തീമാണ് എടുക്കുന്നത്. ഇതൊരു അക്കൗണ്ടിങ് ഫ്രീലാൻസർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് തീമാണ്. സോ ആ തീം ഞാനിവിടെ സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് കംപ്ലീറ്റ് സൈറ്റ് കൊടുക്കുക. ഹോം ടെംപ്ലേറ്റ് മാത്രം മതിയെങ്കിൽ അത് ചെയ്യാം. ഞാൻ ഇവിടെ കംപ്ലീറ്റ് സൈറ്റ് കൊടുക്കുക. ഡിലീറ്റ് പ്രീവിയസ്ലി ഇമ്പോർട്ടഡ് സൈറ്റ്. ഇൻ കേസ് നിങ്ങൾ ഇത് മുമ്പ് ചെയ്തിട്ട് രണ്ടാമതൊരിക്കൽ ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റ് പ്രീവിയസ്ലി ഇമ്പോർട്ടഡ് സൈറ്റ് കൊടുക്കുന്നത് ഡിസ്ക് സ്പേസ് സേവ് ചെയ്യാൻ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ മുമ്പ് ഇമ്പോർട്ട് ചെയ്ത പേജസ് ഒക്കെ ഒരു കോപ്പി ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും. സോ ഞാനത് ഇമ്പോർട്ട് കൊടുത്തു. സോ അതിന് വേണ്ട പ്ലഗിൻസ്, കുറച്ച് ഡാറ്റ ഫയൽസ്, പേജസ് ഒക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വെബിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. സോ അതിന് കുറച്ച് ടൈം. ഓക്കെ, സോ നമ്മുടെ തീം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇമ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇവിടെ വിസിറ്റ് സൈറ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ടെസ്റ്റ് സൈറ്റിൽ നമ്മൾ നേരത്തെ ലോഡ് ചെയ്ത് വെച്ചിൽ പേജിൽ ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതിയാവും. ഓക്കെ, സോ നമ്മുടെ വെബ്സൈറ്റ് റെഡി ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് മെനു
എല്ലാ ലിങ്കുകളും വർക്ക് ചെയ്യുന്നതാണ്. ഇതൊക്കെ സെപ്പറേറ്റ് പേജസ് ആണ്. പേജസിനെ കുറിച്ച് നമുക്ക് വേറൊരു ട്യൂട്ടോറിയൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്കിതെങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. വളരെ ഈസിയാണ്. യു ഐ എഡിറ്ററാണിത്. ഓക്കെ, സോ നമുക്കിത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉദാഹരണത്തിന് ഈ ഒരു ഫോട്ടോ മാറ്റണം, ഈ ഒരു റൈറ്റിംഗ് മാറ്റണം. സോ ബേസിക് ആയിട്ടുള്ള കാണിച്ചു തരാം. നമ്മളിപ്പോൾ അഡ്മിനായിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി ലോഗിൻ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് പേജ് എന്ന് പറഞ്ഞൊരു പ്രോംപ്റ്റ് കാണിക്കും. സോ ആ എഡിറ്റ് പേജിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ പേജ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ കമ്പ്യൂട്ടറിൽ കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് ഇത്ര സ്ലോ ആയിട്ട് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു ബ്ലോക്ക് ഇരുന്ന് കാണിക്കാൻ നമുക്ക് ക്ലോസ് ചെയ്യാം. എഡിറ്റ് വിത്ത് എലമെൻറ്റർ കൊടുക്കാം. വേറെയും എഡിറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഈസ് ഓഫ് യൂസ് നമുക്ക് എലമെൻറ്ററാണ് കുറച്ച് ഈസി ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് അക്കൗണ്ടിങ് ആൻഡ് ടാക്സ് സർവീസസ്. സോ എനിക്ക് ഇത് മാറ്റിയിട്ട് എൻ്റെ ഒരു പോർട്ട്ഫോളിയോ ആണ്, അല്ലെ എൻ്റെ ഒരു ഫീൽഡാണ് എഴുതണ്ടെങ്കിൽ ലിനക്സ് നെറ്റ്വർക്കിംഗ് ആൻഡ് മോർ എന്നെഴുതാം. പേര് മാറ്റിയിട്ട് സാധാരണ നമ്മൾ ഏതൊരു വേർഡ് എഡിറ്റിലും ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ദിസ് വെബ്സൈറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്. ഈ ഒരു ഫോട്ടോ മാറ്റുന്ന എങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ഈ ഒരു ലേഡിയുടെ ഫോട്ടോ ആണ് ഉള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലൊരു പ്രോംപ്റ്റ് വരും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലോഡ് ഫയൽസ് മീഡിയ ലൈബ്രറി. സോ മീഡിയ ലൈബ്രറി സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ മീഡിയ ലൈബ്രറിയിൽ പോകാൻ ഒരു ആപ്റ്റായിട്ടുള്ളൊരു ഫോട്ടോ. ഓക്കെ, അതിന് പകരമായിട്ട് ഞാനൊരു ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഇൻസേർട്ട് മീഡിയ. സോ ആ ഫോട്ടോ ഇമ്മീഡിയറ്റ് ആയിട്ട് ചേഞ്ചായി. ഈ ഫോട്ടോ വന്നു. സോ ഇത് ചേഞ്ചസ് ഇപ്പോൾ ഒരു പ്രിവ്യൂ മോഡലാണത്. ഇത് റിയലായിട്ട് പേജിൽ അപ്ഡേറ്റ് ആണ്. നമ്മൾ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യണം ഇവിടെ. ഇനി ഇവിടെ ഇത് മൊബൈലിൽ എങ്ങനെയാണ് കാണാം പ്രിവ്യൂ ആവുന്നത്. മൊബൈൽ പ്രിവ്യൂ ഉണ്ട് ഇവിടെ. സോ ഇഫ് യു വിസിറ്റ് ഇറ്റ് ഫ്രം മൊബൈലിൽ നമുക്കിത് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഈ ഒരു മോഡൽ വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ പേജ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇവിടുന്ന് എക്സിറ്റ് ടു ഡാഷ്ബോർഡ് കൊടുക്കാം. നമ്മുടെ ഡാഷ്ബോർഡിലെത്തും. അല്ലെങ്കിൽ നമ്മുടെ പഴയ ഓപ്പൺ ചെയ്ത പ്രിവ്യൂ പേജിൽ നമുക്കൊരു റിഫ്രഷ് കൊടുക്കാം. ഓക്കെ, സോ ആ പേജ് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളായിരുന്നു എനിക്ക് ഇന്ന് പറയാനുള്ളത്. നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിൻ്റെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതേ സാധനം ഇതേ വേർഡ്പ്രസ് വെബ്സൈറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റിൽ എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം. സോ അടുത്ത വീഡിയോ നമുക്ക് ഇതിനെ നമുക്ക് AWS അല്ലെങ്കിൽ ഏതെങ്കിലും അഷൂർ പോലുള്ള ക്ലൗഡ് സർവീസ് അവരുടെ ഒരു ഫ്രീ ട്രയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് കാണാം. പിന്നെ അതിനെ ഒരു ഡൊമൈൻ നെയിമായിട്ട് എങ്ങനെ മാപ്പ് ചെയ്യാമെന്ന് കാണാം. സോ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം.